പ്രീമിയം ക്ലയൻസിനാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്നറിയാം നിങ്ങൾക്ക്? പലപ്പോഴും ഈ ലോ വാല്യൂ പ്രോഡക്റ്റുകൾ നിങ്ങൾ വിൽക്കുകയും ലോ വാല്യൂ സെഗ്മെൻറ്റിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. കസ്റ്റമർ കംപ്ലയിൻറ്റ് വളരെ മികച്ച രീതിയിലായിരിക്കും. കസ്റ്റമറുടെ പെരുമാറ്റം വളരെ റൂഡാവാൻ സാധ്യത. പക്ഷേ പ്രീമിയം ക്ലയൻസിൻ്റെ അടുത്ത് പ്രീമിയം പ്രോഡക്റ്റാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീമിയം പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ഒരാൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് അയാൾ തന്നെ നല്ലത് പറഞ്ഞു കൊടുക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ 2 കോടിയുടെ ഒരു കാറ് വാങ്ങിക്കുന്ന ഒരാൾ ഒരിക്കലും തന്നെ അതൊരു മോശം കാറാണെന്ന് പറയില്ല. അയാൾ പറയുന്നത് സൂപ്പറാണ്, എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്. ഈവൺ അയാൾക്ക് അതിനകത്ത് 100% സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ പോലും ഒരാളുടെ അടുത്ത് പറയുന്ന സമയത്ത് അയാൾ പറയുന്നത് നല്ല വാക്കുകളായിരിക്കും. പ്രീമിയം കസ്റ്റമേഴ്സ് എപ്പോഴും അതിൻ്റെ പോസിറ്റീവ് സൈഡിനെ കുറിച്ച് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും. അത് അയാളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്ന ആളായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രീമിയം കസ്റ്റമേഴ്സ് കമ്പാരിറ്റീവ്ലി പ്രോബ്ലം കസ്റ്റമേഴ്സ് ആയിരിക്കില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അയാൾ തരുന്ന പൈസക്കുള്ള മൂല്യം അതിനകത്ത് ഉണ്ടായിരിക്കണം. പറ്റിക്കുന്നതിനെയല്ല ഞാൻ പറയുന്നത്. മൂല്യമുള്ള വസ്തു പ്രീമിയം കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി ഈസിയും ബെറ്റർ ക്ലയൻറ്റും ആയിരിക്കും. കുറേ കൂടെ ഹാപ്പി ആണെങ്കിൽ അയാളത് തുറന്നു പറയും. കസ്റ്റമർ ഹാപ്പിയാവും. നിങ്ങൾക്ക് നല്ല ടിപ്പ് തരുന്നതൊക്കെ പ്രീമിയം കസ്റ്റമേഴ്സ് ആയിരിക്കും.